നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വൻ തോക്കുകൾ ആരൊക്കെ? തിരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ SITക്ക് മേൽ സമ്മർദ്ദമുണ്ടോ? ചോദ്യമുനകൾ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് നീളുന്നത് പോലും സർക്കാരിന് വലിയ അപമാനമാണ്. പത്മകുമാർ ദൈവതുല്യരെന്ന് വിശേഷിപ്പിച്ചവരിലേക്കും SIT എത്തുമോ? സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ പ്രതിരോധ ശ്രമത്തെ പ്രതിപക്ഷം ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് സർക്കാർ തന്നെയാണോ? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഇന്നത്തെ ടോപ്പ് 10 സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബന്ധം ദൃഢമാണ്. വാണിജ്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ ഒപ്പുവെച്ചത്. തൊഴിൽ നൈപുണ്യ വികസനം ഉൾപ്പെടെ 8 കരാറുകളിൽ സാമ്പത്തിക സഹകരണം തുടരും. എണ്ണ ഇറക്കുമതിക്ക് തടസ്സമില്ലെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടുമെന്നും വ്ളാഡിമിർ പുടിൻ. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാം കിട്ടണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. ED അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ. രേഖകൾ കൈമാറാനാകില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജിയുമായി ഡോക്ടർ B അശോക് IAS. ബാബറി മസ്ജിദ് ദിനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പ്രത്യേക സുരക്ഷ. സഹകരണം മാത്രം മതി. ക്ഷേത്രപ്പണം ദൈവത്തിന്റേതെന്ന് സുപ്രീം കോടതി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പരാമർശം തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയുള്ള ഹർജിയിൽ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളി. ഞെട്ടരുത്, ഇതുവരെ കിട്ടിയില്ല. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. രാഹുലിന്റേത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളെന്ന് മുഖ്യമന്ത്രി. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ്. സമവായത്തിന് സഹകരിക്കണം. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടും. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഗവർണർ ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി. ഉത്തരവിലെ അജ്ഞതയെന്ന് ലോക്ഭവൻ. സർക്കാരിന്റെയും ഗവർണറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിയ ലിസ്റ്റെന്ന് മന്ത്രി R ബിന്ദു. ആകാശത്തെ ആശങ്ക. ഇൻഡിഗോ പ്രതിസന്ധിയെ അവസരമാക്കി വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. വലഞ്ഞ് യാത്രക്കാർ. അർദ്ധരാത്രി മുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്കാകുമെന്ന് വ്യോമയാന മന്ത്രാലയം. പൈലറ്റുമാരുടെ വിശ്രമ സമയങ്ങളിലെ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി DGCA. നാളെ മുതൽ സർവീസുകൾ മെച്ചപ്പെടുത്തുമെന്ന് ഇൻഡിഗോ. ഇനിയും പഠിച്ചില്ല. കൊല്ലം കൊട്ടിയം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു താണു. പാർശ്വഭിത്തി ഇടിഞ്ഞു വീണ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ കുടുങ്ങി. വൻ അപകടം ഒഴിവായി. പ്രതിഷേധവുമായി നാട്ടുകാർ. അന്വേഷണത്തിന് നിർദ്ദേശവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. NH അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നാളെ നിർണായകം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനം നാളെ. മത്സരം വിശാഖപട്ടണത്ത്. വിജയിക്കുന്നവർക്ക് പരമ്പര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ മത്സരക്രമം അല്പസമയത്തിനകം അറിയാം. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് 10:30 മുതൽ ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. വിലയേറിയ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ വിലയിരുത്തലാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പരാജയം സമ്മതിക്കുന്നതെന്ന് കോൺഗ്രസ്. അൻവറിനെ UDFിലേക്ക് കൂട്ടുന്നതിൽ പ്രയാസമില്ലെന്നും സീറ്റ് നൽകുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുസ്ലിം ലീഗ്. ചെങ്കോട്ടയിൽ ബോംബ് പൊട്ടിച്ച ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് BJP. സ്റ്റോറി ഓഫ് ദി ഡേ. വോട്ട് പിടിക്കാൻ നാടൻ പാട്ട്. മായും 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 മണ്ണേ മായും മായും മായേ
കിണത്തിപ്പട്ടോലപ്പുറത്തൊരു തിരിമായേ മായും മായും. ഇന്ന് ലോകം ഉറ്റുനോക്കിയത് ഇന്ത്യയിലേക്കായിരുന്നു. ലോകശ്രദ്ധയെ ആകർഷിച്ച് നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച. വാണിജ്യ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ. തൊഴിൽ നൈപുണ്യ വികസനം ഉൾപ്പെടെ 8 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സാമ്പത്തിക സഹകരണ കരാർ ഇതേ രീതിയിൽ 2030 വരെ തുടരുമെന്നും എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ തുടർന്ന് നടക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി, ഭീകരവാദത്തെ ഒന്നിച്ചു നേരിടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം സാമ്പത്തിക പ്രതിരോധ മേഖലകളിലുള്ള ഇരു രാജ്യങ്ങളുടെയും വളർച്ചയിൽ നാഴികക്കല്ലാവുകയാണ്. പ്രതിരോധ വാണിജ്യ മേഖലകളിൽ സുപ്രധാന കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്. യൂറിയ ഉൽപാദന രംഗത്തെ സഹകരണവും തൊഴിലവസരങ്ങളിലെ കൂട്ടായ്മയുമെല്ലാം നിർണായക ചുവടുവയ്പ്പാണ്. പ്രതിരോധ മേഖലയിൽ സാങ്കേതിക സഹകരണവും സൈനിക ശേഷി വർദ്ധിപ്പിക്കലും ഉൾപ്പെടുന്നു. ഉച്ചകോടിക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൂണ്ടിക്കാട്ടി. ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പങ്കിനെ പ്രശംസിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്നും ഇരട്ടത്താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും മോദി പറഞ്ഞു. जब हमारे द्विपक्षीय संबंध कई ऐतिहासिक माइलस्टोन के दौर से गुजर रहे हैं, ठीक 25 वर्ष पहले राष्ट्रपति पुतिन ने हमारी स्ट्रेटेजिक पार्टनरशिप की नींव रखी थी. स्पेशल एंड प्रिविलेज स्ट्रेटेजिक पार्टनरशिप का दर्जा मिला. എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ തുടർന്നും നടക്കുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും ബന്ധവും കൂടുതൽ ദൃഢമാക്കും. ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Partnership between Russia and India. I would like to point out that we and Prime Minister Modi have established a close working dialogue. In September this year, we met during the SEO summit in Tianjin. We are regularly having telephone calls. നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമായ കരാറുകളിലും ഊർജം, രാജ്യസുരക്ഷ, ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ കരാറുകളിലും ഒപ്പുവെച്ചു. ഹൈദരാബാദ് ഹൗസിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലും റഷ്യൻ പ്രസിഡന്റ് പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വൻ തോക്കുകൾ ആരൊക്കെ? ശബരിമല സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. എസ് ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ നിർണായക പരാമർശം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ള കേസിൽ വ്യക്തവും കൃത്യവുമായ അന്വേഷണം നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ശബരിമലയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. എത്ര വമ്പന്മാരാണെങ്കിലും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് കോടതി പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വൻ തോക്കാണെങ്കിലും അന്വേഷണ സംഘം ഭയക്കേണ്ട ആവശ്യമില്ല. ലഭിച്ച തെളിവുകൾ കൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരാളെ പോലും കുറ്റം ചെയ്തവരെ വെറുതെ വിടരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മജിസ്ട്രേറ്റ് കോടതിയിലെ രേഖകൾ ആവശ്യപ്പെട്ട് ED മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ രേഖകൾ ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി EDയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. EDക്ക് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും സർക്കാരിനെ കൂടി കേട്ട ശേഷം രേഖകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുമാണ് ഇന്നലത്തെ ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിലും വ്യക്തമായ ഉത്തരവാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ഒരാളെ പോലും വെറുതെ വിടരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ED അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണത്തെ എതിർക്കുകയാണ് സംസ്ഥാന സർക്കാർ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ED സമർപ്പിച്ച അപേക്ഷയിലാണ് എതിർപ്പ് അറിയിച്ചത്. രേഖകൾ കൈമാറാനാകില്ലെന്ന് സർക്കാർ കോടതിയിൽ. ഈ മാസം 10-ന് കോടതി കേസ് പരിഗണിക്കും. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബിജുവിന്റെ റിമാൻഡ് കാലാവധി
കോടതി നീട്ടി. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ FIR, മൊഴിപ്പകർപ്പ് അടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് ED അഭിഭാഷകർ അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ശബരിമലയിലെ ED അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാർ നിലപാട്. രേഖകൾ കൈമാറുന്നതിനുള്ള എതിർപ്പ് കോടതിയെ അറിയിച്ചു. രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ സമയവും ആവശ്യപ്പെട്ടു. എന്നാൽ രഹസ്യ സ്വഭാവത്തോടെ മാത്രമേ കേസ് അന്വേഷിക്കൂ എന്നതാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. രേഖകൾ രഹസ്യമായി സൂക്ഷിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായും EDയുടെ കണ്ടെത്തലുണ്ട്. EDയുടെ അപേക്ഷ ഡിസംബർ 10 കോടതി പരിഗണിക്കും. SIT വാദവും കേട്ട ശേഷമാകും രേഖകൾ നൽകുന്നതിൽ തീരുമാനമെടുക്കുക. നിലവിൽ പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ED കൂടെ അന്വേഷണം ആരംഭിച്ചാൽ ഉന്നതർ കുരുങ്ങുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ ED അന്വേഷണത്തെ എതിർത്തിരുന്നു. അതിനിടെ കേസിൽ പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. A പത്മകുമാറിനെയും N വാസുവിനെയും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയേക്കും. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്തർദേശീയ ഇടപാടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 500 കോടിയുടെ അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നത്. സ്വർണം വിറ്റത് വൻ മാഫിയയ്ക്കാണെന്ന് തനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിന് കത്ത് നൽകും. തനിക്ക് വിവരം നൽകിയ ആൾ SITക്ക് മൊഴി നൽകാൻ തയ്യാറാണ്. സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള വൻ സ്രാവുകളാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഈ കത്ത് കൊടുക്കും. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഞാനത് SITയുടെ മുമ്പിൽ ഇന്ന് കൊടുക്കുകയാണ്. SIT അത് അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് വെറും ഒരു സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനപ്പുറം അന്തർദേശീയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ ആന്റി സ്മഗ്ലിംഗ് കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനെ നിയമിച്ചത് ചോദ്യം ചെയ്ത് ഹർജി. K ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോകാണ് ഹർജി നൽകിയത്. സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും K ജയകുമാർ പറഞ്ഞു. സർക്കാർ പദവിയിലിരിക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. IMG ഡയറക്ടറായിരിക്കെയാണ് K ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് കാർഷികോൽപാദന കമ്മീഷണർ B അശോക് നൽകിയ ഹർജിയിൽ പറയുന്നു. തന്നെ നിയമിച്ചത് സർക്കാരാണെന്നും അവരാണ് മറുപടി പറയേണ്ടതെന്നും K ജയകുമാറും പറഞ്ഞു. IMG ഡയറക്ടർ പദവിയിൽ തുടരുന്നത് പകരക്കാരൻ വരുന്നതുവരെ മാത്രമാണെന്നും ജയകുമാർ വ്യക്തമാക്കി. ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതേസമയം അശോകിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 15 ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. K ജയകുമാറിന്റെ നിയമനം പൊതുസ്വീകാര്യതയുള്ള കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. ആ നിലക്ക് സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാവില്ല. പിന്നെ ജയകുമാറിനെ പോലൊരാളെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ അതിന് നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. ക്ഷേത്രപണം ദൈവത്തിൻ്റെതെന്ന് സുപ്രീം കോടതി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയുള്ള ഹർജിയിലാണ് പരാമർശം. തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളി. തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരികെ നൽകാൻ സാവകാശം തേടിയാണ് തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണങ്ങൾ. ക്ഷേത്രത്തിന്റെ പണം ദൈവത്തിന്റേതാണ്, അതിനാൽ തന്നെ പണം ക്ഷേത്രകാര്യങ്ങൾക്കായി മാത്രം വിനിയോഗിക്കാനുള്ളതാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു.
ക്ഷേത്രപണം സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പിനുള്ളതല്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ താൽപര്യമനുസരിച്ചാണ് ഈ തുക ഉപയോഗിക്കേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സൂര്യനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയായിരുന്നു ബാങ്കുകളുടെ അപ്പീൽ. നിക്ഷേപത്തുകയായ 17 കോടി രൂപ 2 മാസത്തിനകം തിരിച്ചു നൽകണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. 9 കോടി രൂപ തിരികെ നൽകിയെന്നും ബാക്കി തിരിച്ചു നൽകാൻ 1 വർഷം സാവകാശം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സഹകരണ ബാങ്കുകൾ ഹർജി നൽകിയത്. ദീർഘമായ വാദങ്ങളിലേക്ക് കടക്കാതെ തന്നെ സഹകരണ ബാങ്കുകളുടെ ഹർജി സുപ്രീംകോടതി തള്ളുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ദേവന്റെ സ്വത്തായ ക്ഷേത്രപണം സുരക്ഷിതമാക്കണമെന്നും അത് നല്ല പലിശയും സ്ഥിരതയും സുരക്ഷയും ഉറപ്പു നൽകുന്ന ദേശീയ ബാങ്കുകളിലേക്ക് മാറ്റുന്നതിൽ എന്തായിരുന്നു കുഴപ്പമെന്നും കോടതി വാക്കാലെ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് മുതിർന്ന IAS ഉദ്യോഗസ്ഥ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. അതിനിടെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയാണ് നാളെ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ച് 32ാമത് ഐറ്റമായാണ് ഇത് പരിഗണിക്കുക. അതേസമയം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിയമപോരാട്ടം തുടരാനാണ് രാഹുലിന്റെ തീരുമാനം. ഇതേ തുടർന്ന് 9ാം ദിനവും രാഹുൽ ഒളിവിലാണ്. അതിനിടെ രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി മുതിർന്ന IPS ഉദ്യോഗസ്ഥ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. KPCC അധ്യക്ഷൻ DIGക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ നീങ്ങുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. അതേസമയം രാഹുലിനെതിരായ കേസിൽ MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് ആൽവിൻ, ഡ്രൈവർ ഫസൽ എന്നിവരെയും പോലീസ് പ്രതി ചേർത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു. രാഹുലിനെ ബംഗളൂരിൽ എത്താൻ സഹായിച്ചത് ഇവരാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിനായി ഉപയോഗിച്ച അമേസ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതെന്ന് മുഖ്യമന്ത്രി. അത്തരമൊരു പൊതുപ്രവർത്തകനെ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും രാഹുൽ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാം. പുകമുറ സൃഷ്ടിച്ച വിഷയം 1-2 ദിവസം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അല്ലല്ല, രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട് എന്ന് അങ്ങ് ചോദിച്ചത് ഒരു മറുപടി കൂടി ഞാൻ പറയും. അറിയാവുന്ന ഏക ഒരാള് ആരാണെന്നറിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ആഭ്യന്തര വകുപ്പിനെ വില കുറച്ച് കാണുന്നില്ല. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇത് കണ്ടെത്തുവാൻ അവർക്ക് നല്ല വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് K. മുരളീധരനും പോലീസുകാരെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ കഴിവില്ലെങ്കിൽ ആ കഴിവുകേട് വിളിച്ചു പറയണം, ഇല്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് K. മുരളീധരൻ പറഞ്ഞു. പിന്നെ പോലീസുകാർ എന്തിനാ മീശ വെച്ച് നടക്കുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിടിക്കാൻ കഴിവില്ലേ? ഇല്ലെങ്കിൽ പരിപാടി നിർത്തി പോവാ. നാണക്കേട് വരാൻ അതിലില്ലേ? പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ കഴിവുകേട് വിളിച്ചു പറയുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ രാജിവെച്ച് പോവുക. എന്തിനാ പോലീസുകാർ മീശ വെച്ച് നടക്കുന്നതിനാ?
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാജ്യസഭയിൽ പരാമർശിച്ച് ജോൺ ബ്രിട്ടാസ് MP. ജെബി മേത്തർ വനിതകൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യം തടയുന്നതിനുള്ള സ്വകാര്യ ബിൽ അവതരിപ്പിച്ചപ്പോഴാണ് ബ്രിട്ടാസിന്റെ പരാമർശം. കേരളത്തിൽ മൗനം പാലിച്ചുകൊണ്ടാണ് ഇവിടെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത്. ജെബി മേത്തറിന്റെ സഹപ്രവർത്തകന്റെ കാര്യത്തിലും വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകണമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ വീഴ്ത്താനുള്ള ശ്രമം തുടരാൻ തന്നെയാണ് CPM തീരുമാനം. രാഹുലിനെ പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തക ഷഹനാസിന്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ ആക്രമണവും ആരോപണങ്ങളും ഷാഫിക്കെതിരെ തിരിച്ചുവിടുക എന്നതാണ് CPM തന്ത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MPയെ കടുത്ത പ്രതിരോധത്തിലാക്കാനുള്ള CPM ശ്രമം തുടരുന്നു. KPCC സംസ്കാര സാഹിതി സെക്രട്ടറി MA ഷഹനാസിന്റെ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കം. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും ഷാഫിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ സൈബർ ആക്രമണങ്ങളും പ്രകോപനങ്ങളും ഇപ്പോഴും തുടരുന്നുണ്ട്. ഷാഫിക്കെതിരെയുള്ള ഷഹനാസിന്റെ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് CPM സൈബർ വിഭാഗം പ്രചാരണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. രാഹുലുമായി സംഘടനാപരമായ ബന്ധമേ ഉള്ളൂ എന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടും CPM പിന്നോട്ട് പോയിട്ടില്ല. വ്യക്തിപരമായ അത്തരം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല, ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ CPM നേതാക്കളുടെ അറസ്റ്റും മുകേഷ് MLAക്കെതിരെയുള്ള ലൈംഗികാരോപണവും പ്രതിരോധിക്കാൻ ഷാഫിക്കെതിരെ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നതാണ് CPM തന്ത്രം. രാഹുലിനെതിരെ ആരോപണം പുറത്തുവന്നതു മുതൽ ഷാഫിയായിരുന്നു ലക്ഷ്യം. ഷാഫി സജീവമായി നിൽക്കുന്നിടത്തോളം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും CPMലെ ചിലരെങ്കിലും ഭയക്കുന്നുണ്ട്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജിയിൽ വാദം നാളെയും തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത്. നേരത്തെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കീഴ്ക്കോടതി കേസ് പരിഗണിച്ചത്. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അതേസമയം കേസിലെ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി 8ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ജയിലിൽ നിരാഹാരം തുടരുന്ന രാഹുൽ ഈശ്വറിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടലുണ്ടാകുമെന്ന് JB പാർദിവാല അധ്യക്ഷനായ ബെഞ്ച്. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ ഗവർണർ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി ലോക്ഭവനെത്തി. സുപ്രീം കോടതി ഉത്തരവിലെ അജ്ഞതയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കാരണമെന്ന് ലോക്ഭവൻ അറിയിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സമവായത്തിലെത്താൻ ഗവർണർക്കും സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം. വേഗത്തിൽ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ കോടതി ഇടപെടലുണ്ടാകുമെന്ന് JB പാർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഹർജികൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ ഗവർണർ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി ലോക്ഭവനെത്തി. സുപ്രീം കോടതി ഉത്തരവിലെ അജ്ഞതയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കാരണമെന്ന് ലോക്ഭവൻ അറിയിച്ചു. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഗവർണർ വൈകിപ്പിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം. എന്നാൽ മെറിറ്റ് അട്ടിമറിച്ചാണ് പട്ടിക കൈമാറിയതെന്നാണ് ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിക്കുന്നത്. സുപ്രീം കോടതി രൂപീകരിച്ച 2 സെർച്ച് പാനലുകളിലും സിസ തോമസിന്റെയും പ്രിയ ചന്ദ്രന്റെയും പേരുകൾ ഉള്ളതിനാലാണ് ഗവർണർ ഇവരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നതെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. എന്നാൽ സിസ തോമസിന്റെ പേര് ശുപാർശ ചെയ്യാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചർച്ച നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ സമവായമായില്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി.
അതിനിടെ ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഗവർണർ ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ പറഞ്ഞു. ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. എന്നാൽ ഗവർണർ കോടതി ഉത്തരവനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ അജ്ഞതയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കാരണമെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. കോടതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചെന്നും മുഖ്യമന്ത്രി കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുവെന്നും ലോക്ഭവൻ വൃത്തങ്ങൾ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെയും ഗവർണറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഒരു സെറ്റിൽമെന്റ് ഫോർമുലയായിരുന്നു. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഈ സാങ്കേതിക സർവകലാശാലയുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെയും രണ്ട് VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം തീർത്തും അവഗണിക്കുകയാണ് ഗവർണർ ഉണ്ടായത്. സുപ്രീം കോടതിയിൽ ഇക്കാര്യം നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു ഇനിയിപ്പം ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റിസ് ധൂലിയയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെയും ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണറുടെയും നോമിനികളെ സംയോജിപ്പിച്ചുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സെർച്ച് കമ്മിറ്റി ആയിരുന്നു. അതിന്റെ നേതൃത്വം ജസ്റ്റിസ് ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും 2 ദിവസത്തിനുള്ളിൽ സർവീസുകൾ പൂർണ്ണ തോതിൽ സജ്ജമാക്കുമെന്നും വ്യോമയാന മന്ത്രാലയം. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അതിനിടെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയതും യാത്രക്കാരെ വലച്ചു. വിമാനയാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ ഇന്നും സർവീസുകൾ റദ്ദാക്കി. ഇന്ന് ഉച്ചവരെ 700-ലേറെ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നലെ 550 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. നാളെയും മറ്റന്നാളുമായി വൻ വർധനവാണ് വിമാന കമ്പനികൾ വരുത്തിയത്. ശനിയാഴ്ച എയർ ഇന്ത്യയുടെ ഡൽഹി തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് 30,000 രൂപ മുതൽ 68,000 രൂപ വരെ എത്തി. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നിരക്ക് 20,000 മുതൽ 50,000 രൂപ വരെയായി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് 40,000 രൂപ കടന്നു. DGCAയുടെ പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കിയതിനെ തുടർന്നുണ്ടായ പൈലറ്റുമാരുടെ ക്ഷാമമാണ് രാജ്യവ്യാപകമായി ഇൻഡിഗോ സർവീസുകൾ മുടങ്ങാൻ കാരണമായത്. പ്രതിസന്ധിയെ തുടർന്ന് പൈലറ്റുമാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ ഇളവ് വരുത്തി. പൈലറ്റുമാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥ പിൻവലിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നും 2 ദിവസത്തിനുള്ളിൽ സർവീസുകൾ പൂർണ്ണതോതിൽ സജ്ജമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. വിമാന പ്രതിസന്ധി പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി. ഒരു വിമാന കമ്പനിക്ക് കുത്തകാവകാശം നൽകിയതിൽ ജനങ്ങൾ വലിയ വില നൽകുന്നുവെന്ന് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു. കൊട്ടിയത്തിന് സമീപം മൈലക്കാടാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത്. നിർമ്മാണത്തിലിരുന്ന സൈഡ് വാൾ ഇടിഞ്ഞു വീണതോടെ സർവീസ് റോഡും തകർന്ന് സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ റോഡിൽ അകപ്പെട്ടു. കുട്ടികളും യാത്രക്കാരും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു. തകർന്ന റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിച്ചു നൽകുമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെയാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിലെ മണ്ണിടിഞ്ഞു താഴ്ന്ന സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്നത്. തിരക്കേറിയ സർവീസ് റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾ അപകടത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടികളെ സുരക്ഷിതമായി മാറ്റിയത്. എന്നാൽ തകർന്ന റോഡിൽ അകപ്പെട്ട വാഹനങ്ങൾ മാറ്റുക ഏറെ ശ്രമകരമായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് സ്കൂൾ ബസ് ഉയർത്തി മാറ്റി. തകർന്ന റോഡിൽ കുടുങ്ങിയ കാറുകൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തള്ളി മാറ്റുകയായിരുന്നു. റോഡിന് ഇരുവശങ്ങളിലും വയൽപ്രദേശമാണ്. ഇതിനു കുറുകെ കടന്നുപോകുന്ന കനാലിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിൽ
ദേശീയപാതയ്ക്കായി നിക്ഷേപിച്ച മണ്ണിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നതോടെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു. ഇവിടെ മണ്ണ് നിക്ഷേപിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി പകരം തൂണുകൾ സ്ഥാപിക്കണമെന്ന പ്രദേശവാസികൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ അത് ചെവിക്കൊണ്ടിരുന്നില്ല. തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽ പ്രദേശത്തിൽ സ്പാൻ കൊടുക്കാതെ സാധാരണ രീതിയിൽ ഒരു ഇരുനില കെട്ടിടം നിർമ്മിക്കുമ്പോൾ പോലും ഫില്ലർ അടിച്ച് വെക്കേണ്ട അവസ്ഥയിൽ ഇവിടെ മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ. ഒരു നിയമപരമായ മണ്ണ് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിവാകുന്ന വസ്തുത. ജില്ലാ കളക്ടർ, ദേശീയപാത ഉദ്യോഗസ്ഥർ NK പ്രേമേന്ദ്രൻ MP തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതികൾ വിലയിരുത്തി. അപ്പോൾ ഇത്രയും ഉയരത്തിലുള്ള ഉയരപ്പാതയിലൂടെ വാഹന ഗതാഗതം കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ റീറ്റെയിനിങ് വാളിന് ഇത്രയും വലിയ മണ്ണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെയാണ് ഈ റീറ്റെയിനിങ് വാളിന് ഉണ്ടാകുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദേശീയപാത തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചതോടെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തികൾ ഇളക്കി മാറ്റി മണ്ണ് നീക്കം ചെയ്ത ശേഷം സർവീസ് റോഡിലെ തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് ദേശീയപാത തുടർച്ചയായി തകർന്നു വീഴുന്നതിന് പിന്നിൽ അഴിമതിയും എഞ്ചിനീയറിംഗ് പിഴവുകളുമാണെന്നും നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവർ അപകടത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നത്. ആലപ്പുഴയിൽ ഗാർഡർ ഇളകി വീണ് ഒരാൾ മരിച്ചിട്ട് അധിക ദിവസങ്ങളായില്ല. അതിന് പിന്നാലെ കൊല്ലം കൊട്ടിയത്തും ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.